ഹലോ ഗൈസ്, വെൽക്കം ടു എയർ ക്രിസ്ത്യൻ ടൈം. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകണം നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ ഒറിജിൻ പവേഴ്സ് ആൻഡ് വീക്ക്നെസ്സിനെ പറ്റി നോക്കാൻ പോകണം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ റോബർട്ട് ഡൗണി ജൂനിയറിനെ ഡോക്ടർ ഡൂമായിട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അപ്കമിങ് ആയിട്ട് വരാൻ പോണ അവഞ്ചേഴ്സ് മൂവീസിനെയും കൺഫേം ആക്കിയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് അവഞ്ചേഴ്സ് ഡൂം സ്റ്റേ എന്ന് പറഞ്ഞ് ഡോക്ടർ ഡൂമിനെ പറ്റിയൊരു പടമേ അവഞ്ചേഴ്സ് മൂവിയെ വരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇപ്പം ഡോക്ടർ ഡൂം ആരാണ് എന്നുള്ളൊരു തോട്ടിലിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡോക്ടർ ഡൂമിൻ്റെ ഒറിജിനൊക്കെ നോക്കാൻ പോകണം. ഷോർട്ടായിട്ടാണ് നോക്കാൻ പോകുന്നത്, ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയാനില്ല. ഓക്കെ, അപ്പം നേരെ വീഡിയോട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ റിയൽ നെയിം എന്ന് പറയുന്നത് ഡോക്ടർ വിക്ടർ വെർണർ വോൺ ഡൂം എന്നാണ്. സോ ഇദ്ദേഹം ജനിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ ലാറ്റ്വീരിയ എന്നൊരു സ്മോൾ യൂറോപ്യൻ കൺട്രിയിലാണ് നമ്മുടെ വിക്ടർ ജനിക്കുന്നത്. ഇദ്ദേഹം വന്നൊരു ജിപ്സി ട്രൈബിൽപ്പെട്ട ഒരാളാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വിക്ടറിൻ്റെ അച്ഛൻ്റെ പേര് വന്ന് എന്താണെന്ന് വെച്ചാൽ വെർണർ വോൺ ഡൂം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് എന്ന് വെച്ചാൽ ഇദ്ദേഹം ഒരു ഡോക്ടറാണ്. ഓക്കെ, സോ കൂടാതെ നമ്മുടെ വിക്ടറിൻ്റെ അമ്മയുടെ പേര് എന്താണെന്ന് വെച്ചാൽ സിന്ധിയ വോൺ ഡൂം എന്നാണ്. സോ ഇവർ വന്നൊരു വിച്ചാണ്, അതായത് ഒരു ബ്ലാക്ക് മാജിക് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു വിച്ചാണ് നമ്മുടെ വിക്ടറിൻ്റെ അമ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഫാമിലിയിൽ വന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ വരും. കാരണം ഇവർ വന്നിങ്ങനെ മാജിക് യൂസ് ചെയ്യുന്നത് ഇവരെ എന്താ പറയുക നമ്മുടെ വിക്ടറിൻ്റെ അച്ഛന് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ലാറ്റ്വീരിയയിലോട്ട് കുറച്ച് ആൾക്കാർ വരെയാണ്. ഈ ബാരൻ എന്ന് പറഞ്ഞ കുറച്ച് ഒരു യൂറോപ്യൻ ലീഡറിൻ്റെ ആൾക്കാരെ അവർ വരെയാണ്. അപ്പോൾ അവരെന്തെന്ന് വെച്ചാൽ ഈ ഒരു ജിപ്സി ട്രൈബിൽപ്പെട്ട ആൾക്കാരെ ഇവിടെ നിന്ന് ഓട്ടിക്കാൻ ഒരു തീരുമാനം എടുത്ത് അതിനു വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സിന്ധ്യയ്ക്ക് ഇത് ഒട്ടും ഇഷ്ടമല്ല. സോ സിന്ധ്യ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതിനെ എതിർത്ത് എന്തെങ്കിലും ചെയ്യണമെന്നൊരു തീരുമാനം എടുക്കുകയാണ്. അപ്പോൾ ഇവർ വന്നൊരു വിച്ചായതുകൊണ്ട് തന്നെ ഇവർ വന്നൊരു റിച്വൽ നടത്തിയാണ്, അതായത് ബ്ലാക്ക് മാജിക് ഒക്കെ വെച്ച് റിച്വൽ നടത്തിയാണ്. അങ്ങനെ ഹെല്ലിൽ നിന്ന് ഒരു ഡീമനെ സമൺ ചെയ്യാൻ നമ്മുടെ വിക്ടറിൻ്റെ അമ്മ. സോ ആ ഡീമൻ വേറെ ആരുമല്ല, നമ്മുടെ മെഫിസ്റ്റോ ആണ്. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ മെഫിസ്റ്റോ ആയിട്ട് ഒരു ഡീലൊക്കെ ഇടുകയാണ്, ഒരു കോൺട്രാക്റ്റ് വരെയാണ്. അപ്പം പകരമായിട്ട് സോളൊക്കെ കൊടുക്കണം, പകരം മെഫിസ്റ്റോ പവർ കൊടുക്കണം ഇവരെ ഓട്ടിക്കാൻ വേണ്ടി. അതാണ് ഡീലെന്ന് തോന്നുന്നു. ആൻഡ് അങ്ങനെ ഫൈനലി നമ്മുടെ ഈ ഒരു മെഫിസ്റ്റോയുടെ ഹെൽപ്പ് പ്രകാരം നമ്മുടെ ഈ ഒരു സിന്ധ്യയെ വന്ന് അവിടെയുള്ള ആ ഒരു ബാരൻ്റെ ആൾക്കാരെ ഓട്ടിക്കാനുള്ള തീരുമാനം എടുക്കുകയാണ്. എന്നാൽ നമ്മുടെ മെഫിസ്റ്റോ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ സിന്ധ്യയുടെ ബോഡിയെ കൺട്രോളിലെടുത്തിട്ട് അവിടെയുള്ള ആ ഒരു ബാരൻ്റെ ജനങ്ങളെ കൊന്നുകളയാൻ, ബാരൻ്റെ ആൾക്കാരെ കൊന്നുകളയാൻ. അങ്ങനെ നമ്മുടെ സിന്ധ്യയെ എന്താണെന്ന് വെച്ചാൽ ബിട്രേ ചെയ്യാൻ. എന്നാൽ പിന്നീട് നമ്മുടെ മെഫിസ്റ്റോയുടെ ഒരു പ്രോസസ്സ് പോയതിന് ശേഷം നമ്മുടെ ബാരൻ്റെ ആൾക്കാർ നമ്മുടെ സിന്ധ്യയെ കൊന്നുകളയാണ്. സോ മെഫിസ്റ്റോ ഒരു ചതി ചെയ്യാൻ. എന്നാൽ നമ്മുടെ സിന്ധ്യ മരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വിക്ടറിൻ്റെ അച്ഛൻ വെർണറുടെ അടുത്തൊരു കാര്യം പറയുകയാണ്. നമ്മുടെ വിക്ടറിനെ ആണെങ്കിൽ ഈ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറ്റി വെച്ചേക്കണം, കൂടാതെ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുള്ളൊരു കാര്യം കൂടെ പറയാൻ. അങ്ങനെ സിന്ധ്യ മരിച്ചു പോവുകയാണ്. എന്നാൽ മരിച്ചു പോയാൽ നമ്മുടെ സിന്ധ്യയുടെ സോൾ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഹെല്ലിൽ ട്രാപ്പായി കിടക്കുകയാണ്. കാരണം മെഫിസ്റ്റോ കാരണം ട്രാപ്പായി കിടക്കുകയാണ്. കാരണം അതാണല്ലോ സംഭവം ഡീല്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കിങ് വാർഡോൻ്റെ ഭാര്യയെ ചികിത്സിക്കാൻ വേണ്ടി നമ്മുടെ വിക്ടറിൻ്റെ അച്ഛനായിട്ടുള്ള വെർണറും വിക്ടറും അങ്ങോട്ട് വരികയാണ്. സോ അങ്ങനെ വന്ന് ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ ഭാര്യ, കിങ്ങിൻ്റെ ഭാര്യ ചികിത്സിക്കാൻ നോക്കിയാണ്. എന്നാൽ അവരുടെ ഭാര്യ മരിച്ചു പോയിന്. എന്നാൽ ഇതിന് കാരണം നമ്മുടെ വിക്ടറിൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞ് വിക്ടറിൻ്റെ അച്ഛനെയും വിക്ടറിനെയും കൊല്ലാൻ വേണ്ടി ഈ ഒരു കിങ് ഓർഡർ ഇടുകയാണ്. അങ്ങനെ അവരൊക്കെ നമ്മുടെ വിക്ടറിൻ്റെ അച്ഛനെയും വിക്ടറിനെ കൊല്ലാൻ വേണ്ടി നോക്കിയാണ്. എന്നാൽ എങ്ങനെയൊക്കെയോ വിക്ടറിൻ്റെ അച്ഛൻ നമ്മുടെ വിക്ടറിനെ കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. അതിൻ്റെ പോയതിന് ശേഷം ഇവരൊരു മഞ്ഞ് പ്രദേശത്താണ് വന്നപ്പെടുന്നത്. സോ അവിടെ വന്ന് ഇത് ഭയങ്കര തണുപ്പാണ്. അപ്പോൾ അത് കാരണം നമ്മുടെ വിക്ടറിൻ്റെ അച്ഛനും വിക്ടർ മരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോവുകയാണ്. അപ്പം വിക്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വിക്ടറിൻ്റെ അച്ഛൻ എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള തുണിയൊക്കെ വിക്ടറിന് കൊടുത്ത് വിക്ടറിനെ ആ തണുപ്പിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ. എന്നാൽ ആ ഒരു തണുപ്പ് താങ്ങാൻ വയ്യാതെ വിക്ടറിൻ്റെ അച്ഛൻ തണുത്തുറഞ്ഞ് മരിച്ചു പോവുകയാണ്. അങ്ങനെ നമ്മുടെ വിക്ടറിന് തൻ്റെ അച്ഛനും അമ്മയും നഷ്ടപ്പെടുകയാണ്. പിന്നീട് വന്ന് നമ്മുടെ വിക്ടറിന് വന്ന് തൻ്റെ അമ്മയുടെ ആ ഒരു മാജിക് ബുക്കൊക്കെ കിട്ടിയാണ്, ഈ ഒരു ബ്ലാക്ക് മാജിക് ഒക്കെ അടങ്ങിയ ബുക്കില്ല. അപ്പോൾ അതൊക്കെ നോക്കി നമ്മുടെ വിക്ടർ മാജിക്കൊക്കെ പഠിക്കുകയാണ്. കൂടാതെ ഒരു ടെക്നോളജി പരമായിട്ടുള്ള കാര്യങ്ങളും വിക്ടർ സ്റ്റഡി ചെയ്യാണ്. അങ്ങനെ വിക്ടർ ഭയങ്കര ജീനിയസായി മാറുകയാണ്. ഈ ഒരു സമയമാണ് നമ്മുടെ വിക്ടറിന് ഒരു സ്കോളർഷിപ്പ് കിട്ടുകയാണ്. നമ്മുടെ ന്യൂയോർക്കിലുള്ള എംപയർ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ഒരു അവസരം കിട്ടിയാണ്. ഓഫ്കോഴ്സ് നമ്മുടെ വിക്ടർ അത് യൂസ് ചെയ്യാണ്. അങ്ങനെ യൂസ് ചെയ്ത് പുള്ളി അവിടെ എത്തുകയാണ് പഠിക്കാൻ വേണ്ടി. അവിടെ വെച്ചാണ് നമ്മുടെ റിച്ചാർഡ്സിനെ മീറ്റ് ചെയ്യാണ്, നമ്മുടെ മിസ്റ്റർ ഫാൻറ്റാസ്റ്റിക്. ആൻഡ് ഇവർ രണ്ടുപേരും റൂംമേറ്റ്സുമാണ്, ക്ലാസ്മേറ്റ്സുമാണ്. കൂടാതെ നമ്മുടെ വിക്ടറിൻ്റെ ഒരു എതിരാളിയും കൂടിയാണ്. ഓക്കെ, വിക്ടറിന് ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരാളെന്നൊക്കെ വേണമെങ്കിൽ പറയാം. സോ നമ്മുടെ വിക്ടർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ജീനിയസാണ്. പുള്ളി ഈ ഒരു മിസ്റ്റിക് ആർട്സിൽ മാത്രമല്ല ഈ ഒരു സയൻസിലും പുള്ളി ഒരു ജീനിയസാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കാരണം പുള്ളിക്ക് വന്ന് അവിടുത്തെ ലാബൊക്കെ യൂസ് ചെയ്യാൻ ഒരു പെർമിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കാരണം നമ്മുടെ വിക്ടർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവിടുത്തെ ലാബൊക്കെ നല്ലവണ്ണം യൂസ് ചെയ്യാൻ മെയിനായിട്ടൊരു മിഷൻ പുള്ളി കണ്ടെത്തുകയാണ്. സോ ആ മിഷൻ മാജിക്കും ടെക്നോളജിയും കൂടി ചേർന്ന് ഇൻഹാൻസ്ഡ് ആയിട്ടുള്ളൊരു മെഷീനാണ്. അപ്പോൾ എന്തിനാണ് പുള്ളി
കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഹെല്ലിൽ ചെന്ന് തൻ്റെ അമ്മയുടെ ആ സോളിനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ആൻഡ് മിഷൻ യൂസ് ചെയ്ത് പുള്ളി ഹെല്ലിൽ പോവുകയാണ്, പുള്ളിയുടെ അമ്മയെ അവിടെ കാണുകയാണ്. പക്ഷേ നമ്മുടെ വിക്ടറിനെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. ഒരു മിഷൻ എന്തോ ഒരു ഓവർലോഡായി ബ്ലാസ്റ്റ് ആവുകയാണ്. പിന്നീട് കണ്ണുറക്കുമ്പോൾ ഹോസ്പിറ്റലിൽ പുള്ളിയുടെ ഫേസ് കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആയി പോവുകയാണ്, ഈ ബാൻഡേഡൊക്കെ കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ വിക്ടറിന് അറിയാൻ ഇത് മിഷൻ കൊണ്ട് നടന്നതല്ല, ഇത് ആ ഒരു ഡീമൺ മെഫിസ്റ്റോ കാരണം നടന്നൊരു സംഭവമാണെന്ന് നമ്മുടെ വിക്ടറിനെ പിടികിട്ടുകയാണ്. പിന്നീട് വന്ന് നമ്മുടെ വിക്ടറിനെ വന്ന് ആ യൂണിവേഴ്സിറ്റിനെ പറഞ്ഞു വിടുകയാണ്, കാരണം ഇങ്ങനെ ഒരു കാര്യമൊക്കെ ചെയ്തുകൊണ്ട് തന്നെ. ആൻഡ് പിന്നീട് നമ്മുടെ വിക്ടർ എന്തെന്ന് വെച്ചാൽ ഒരു ടിബറ്റിലുള്ള മോങ്സിൻ്റെ അടുത്ത് പോവുകയാണ്. സോ അവരുടെ അടുത്ത് പോയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയാണ്. ആൻഡ് അവരുടെ ഒരു മാസ്റ്ററായിട്ടാണ് നമ്മുടെ ഒരു വിക്ടർ മാറുകയാണ്. ആൻഡ് അവരുടെ ഹെൽപ്പ് വെച്ച് നമ്മുടെ വിക്ടർ ആണെങ്കിൽ ഒരു ആർമർ ക്രിയേറ്റ് ചെയ്യാണ്, ഒരു ഐക്കോണിക് ആർമറിൽ അതൊക്കെ ക്രിയേറ്റ് ചെയ്ത് മാസ്കും ക്രിയേറ്റ് ചെയ്യാണ്. ആൻഡ് അങ്ങനെയാണ് നമ്മുടെ വിക്ടർ വന്ന് ഡോക്ടർ ഡൂമായിട്ട് മാറുന്നത്. ആൻഡ് പിന്നീട് ഹെല്ലിൽ ചെന്ന് നമ്മുടെ മെഫിസ്റ്റോ ഡിഫീറ്റ് ചെയ്ത് തൻ്റെ അമ്മയുടെ സോള് രക്ഷപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മൾ ഡോക്ടർ ഡൂമിൻ്റെ ഒറിജിനൊക്കെ നോക്കി ഇനി ഇദ്ദേഹത്തിൻ്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് എന്തൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മുടെ ഡോക്ടർ ഡൂം വന്ന് ഒരു ജീനിയസ് ലെവൽ ഇൻ്റലക്റ്റ് ആയിട്ടുള്ള പേഴ്സണാണ്. കൂടാതെ മാസ്റ്റർ ഓഫ് ഡാർക്ക് മാജിക് ആണ്, ഡാർക്ക് മാജിക്കിൻ്റെ ഒക്കെ ഒരു മാസ്റ്ററാണ്. കൂടാതെ മൈൻഡ് ട്രാൻസ്ഫേഷൻ ഉണ്ട്, ടെക്നോ പാത്ത് ഉണ്ട്. സോ കൂടാതെ എക്സ്പേർട്ടായിട്ടുള്ള ഒരു ഹാൻഡ് ടു ഹാൻഡ് ഫൈറ്ററാണ് നമ്മുടെ ഡോക്ടർ ഡൂം. കൂടാതെ ഇദ്ദേഹത്തിൻ്റെ ബോഡിയിൽ ഒരു ആർമർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, അതുപോലെ മാജിക്കും ടെക്നോളജിയും ഇൻഹാൻസ്ഡ് ആയിട്ടുള്ള ആർമറാണ്. ആ ആർമർ വരെ ഇദ്ദേഹത്തിന് സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത്, ഡ്യൂറബിലിറ്റി, ഫ്ലൈറ്റ് ഉണ്ട്, ഫോഴ്സ് ഫീൽഡ് ജനറേഷൻ ഉണ്ട്. ആൻഡ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ഗാൺലോറ്റ് ഉണ്ട്. സോ അതുവരെ ഇദ്ദേഹത്തിൻ്റെ ലൈസൻസിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു എനർജി ബ്ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. കൂടാതെ ഇദ്ദേഹത്തിൻ്റെ കൈവശം നിറയെ ഗാഡ്ജറ്റ്സ് ഉണ്ട്. കൂടാതെ ഹൈടെക് ആയിട്ടുള്ള ടെക്നോളജീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതായത് ഹൈടെക് വെപ്പൺസൊക്കെ ഉണ്ട്. ആൻഡ് ഇനി ഇദ്ദേഹത്തിൻ്റെ വീക്ക്നെസ്സിലോട്ട് വരികയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അറഗൻസ് ഒരു വലിയ പ്രോബ്ലം എന്നാണ് പറയുന്നത്. കൂടാതെ ഇദ്ദേഹത്തിൻ്റെ ബോഡി വന്ന് ഒരു മെറ്റാലിക് ആർമർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മാഗ്നിറ്റോ ഇദ്ദേഹത്തിന് ഒരു പ്രോബ്ലം എന്നാണ് പറയുന്നത്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം, നമ്മുടെ കോമിക്സിലെ ഈ ഒരു ഡോക്ടർ ഡൂമിൻ്റെ ലവ് ഇൻട്രസ്റ്റാണ് നമ്മുടെ സ്കാർലെറ്റ് വിച്ച്, അതായത് വാണ്ട. അപ്പോൾ മൂവീസിലൊക്കെ അങ്ങനെയൊക്കെ നടക്കുമെന്ന് അറിഞ്ഞുകൂടാ, വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ ഒറിജിനും പവേഴ്സും എബിലിറ്റീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെ ഡോക്ടർ ഡൂമിന് ഇഷ്ടമാണെന്ന് ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യം പറ്റാൻ കാണുമെങ്കിൽ മറക്കാനും സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.